ഹലോ! ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ പ്രോബ്ലംസ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണേ. ഈ ഒരു യൂണിറ്റിലുള്ള ഇവിടെ എന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്. ഇവിടെ തരാത്ത ആംഗിൾസ് എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ ഈ ഒരു പിക്ചറിന് ഞാൻ ചെയ്ത് കാണിക്കും. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഇത് നോക്ക്, ഇവിടെ 90 ഡിഗ്രി ആണ്, ഇവിടെ 40 ഡിഗ്രി ആണ്, വേറെ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ബാക്കിയെല്ലാം കണ്ടുപിടിക്കാം. നോക്ക്, ഇവിടെ നോക്ക് 90 ഡിഗ്രി ആണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലേ ഇത്? അപ്പൊ ഇവിടെ എത്രയായിരിക്കും വരിക? ഇവിടെയും 90 ഡിഗ്രി ആണ് വരിക. അത് നമുക്കറിയാം. ഇവിടെ 40 ഡിഗ്രി ആണ് വന്നിട്ടുള്ളത്. അപ്പോ ഇതിന്റെ ഓപ്പോസിറ്റ് എത്രയാ വരിക? ഓപ്പോസിറ്റ് ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ഇതിന്റെ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ലൈനിന്റെ നേരെ ഈ ആംഗിൾ കിടക്കുന്നതുണ്ടല്ലോ, ഈ ഒരു ലൈനിന്റെ ഈ ഒരു സൈഡിലല്ലേ കിടക്കുന്നത്, ഈ ഒരു ഭാഗത്തായിട്ടല്ലേ ഈ ആംഗിൾ കിടക്കുന്നത്. അപ്പോ ഇതിന് നേരെ ഓപ്പോസിറ്റിലുള്ള ഈ ഒരു ഭാഗത്തെ ഫസ്റ്റ് ആംഗിൾ ആയിരിക്കും അത് വരുന്നത്. ഇത് ഈ ഒരു ഭാഗത്തുള്ള ഫസ്റ്റ് ആംഗിൾ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു ലൈനിന്റെ ഇവിടെയുള്ള ഫസ്റ്റ് ആംഗിൾ ആണ് ഇത്. അപ്പോ അല്ലെ, അപ്പൊ ഇതിന്റെ ഇവിടുന്ന് വരയ്ക്കുമ്പോ ഇത് ഫസ്റ്റ് ആംഗിൾ, ഇങ്ങനെ വരയ്ക്കുമ്പോ അത് ലാസ്റ്റ് ആംഗിൾ. അപ്പൊ ഈ ആംഗിൾ അത് ആ ഒരു ആംഗിൾ എത്രയായിരിക്കും വരിക? 40 ഡിഗ്രി. അതാണ് ഓപ്പോസിറ്റ് ആംഗിൾ കേട്ടോ. അത് എത്രയാണ്? 40 ഡിഗ്രിയാണ്. ഇപ്പൊ നമുക്ക് ഈ രണ്ട് ആംഗിൾസും കിട്ടി. അതുപോലെ ഇത് 90 ആണെന്നും കിട്ടി, ഇത് 90 ആണ് നമുക്ക് തന്നിട്ടുമുണ്ട്. ഇപ്പൊ നമുക്ക് കിട്ടിയത് ഏതൊക്കെയാണ്? ഇതേ ഈ ആംഗിൾ നമുക്ക് കിട്ടി, അതുപോലെ ഈ ആംഗിൾ കിട്ടി, ഇവിടെയുള്ള ആംഗിളും കിട്ടി, ഇവിടെയുള്ള ആംഗിളും കിട്ടി. ഇനി കിട്ടാത്തത് രണ്ട് ആംഗിൾസ് ആണ്. ഒന്ന് ഇയാളും ഒന്ന് ഇയാളും. ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ഏതെങ്കിലും ഒരാളെ കിട്ടിയാൽ നമുക്ക് മറ്റേ ആളെ കിട്ടും. അപ്പൊ നോക്കി, ഇനി ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊരു രേഖീയ ജോഡിയാണ്. അവിടെയുള്ള എല്ലാ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 കിട്ടുക. അതായത് 90 ഡിഗ്രിയും നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആംഗിളും അതുപോലെ 40 ഡിഗ്രിയും കൂടെ കൂട്ടിയാൽ നമുക്ക് 180 ആണെന്ന് അറിയാം. അതായത് 90ഉം 40ഉം കൂടെ കൂട്ടിയാൽ 130ഉം തരാത്ത ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണ്. അപ്പൊ ഈ തരാത്ത ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 180ൽ നിന്നും ആ 130 മൈനസ് ചെയ്യണം. അങ്ങനെ നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുക? 50 എന്ന് കിട്ടും. അപ്പോ 50 ഡിഗ്രി ആയിരിക്കും ഈ കണ്ടുപിടിക്കാനുള്ള ഈ പുതിയ ആംഗിൾ. ഇത് 50 ഡിഗ്രിയാണ്. അപ്പൊ ഇയാളുടെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിൾ എത്ര വരിക? അതും 50 ഡിഗ്രി ആയിരിക്കും വരിക. ഇതുപോലെയാണ് നമ്മൾ ബാക്കിയുള്ളതും കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താന്ന് വെച്ചാല് ഒരു വരയുണ്ട്. ആ ഒരു ലൈൻ, ഇതാണ് ഇപ്പൊ ഒരു ലൈന് വിചാരിക്കേ. ഞാൻ വേറെ കളർ കൊണ്ട് വരച്ച് കാണിക്കാം കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഇതാണ് ആ ഒരു ലൈൻ. ഈ ലൈനിനെ വേറൊരു ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 4 ആംഗിൾസ് ഉണ്ടാവുന്നുണ്ട്. ഇതില് ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിളിന്റെ പകുതിയായിരിക്കും ഈ ആംഗിൾ വരിക. അതായത് ഈ ആംഗിളിന്റെ ഇരട്ടിയാണ് ഈ ആംഗിള്. ഇതിന്റെ പകുതിയാണ് ഇത്, ഇതിന്റെ ഇരട്ടിയാണ് ഇത്. അതായത് ഇവിടെയുള്ള ഒരു ആംഗിൾ, ഇത് ഒരു ആംഗിൾ. ഇതുപോലെയുള്ള രണ്ട് ആംഗിൾ ഇവിടെ ഉണ്ടാവും. ഒരു ആംഗിൾ ഇവിടെ ഉണ്ടാവും, ഒരു ആംഗിൾ ഇവിടെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എല്ലാ ആംഗിളും നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഈ ആംഗിളിൽ ഇത് 3, ഇപ്പൊ ഇവിടെ 3 ആംഗിൾ ഉണ്ട് വിചാരിക്കാം. ഇത് 3ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. അപ്പോ ഇതിൽ ഒരാളെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 180നെ 3 കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് 60 എന്ന് കിട്ടും. അപ്പൊ ആ ഒരാളാണ് ഇത്, 60 ഡിഗ്രി. അപ്പൊ ഈ ആളെ നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇതുപോലത്തെ ഒരു 60 ഇവിടെയുണ്ട്, ഒരു 60 ഇവിടെയുണ്ട്. ഈ രണ്ട് 60ഉം കൂടെ കൂട്ടിയാൽ 120 ഡിഗ്രി. അപ്പൊ അവിടെ 120 ഡിഗ്രിയാണെന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് നോക്ക്, ഒരു രേഖീയ ജോഡിയിലുള്ള കോണുകൾ 180 കിട്ടി, അതായത് 120ഉം 60ഉം കൂടെ കിട്ടി. ഇനി നമ്മൾ ഇവിടെയുള്ള ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? അത് കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു അടുത്തടുത്ത രണ്ട് ആംഗിൾസ് 180 ആണല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഇവിടെ 160 ആണ്, ഇവിടെ 60 ആണ്. അപ്പൊ ഇത് കിട്ടാൻ 180 മൈനസ് 60 ചെയ്യണം. അതായത് 120 എന്ന് കിട്ടും.
അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എതിർകോണുകൾ തുല്യമാണല്ലോ. അപ്പൊ ഇത് 120 ആകുമ്പോ അതിന്റെ ഓപ്പോസിറ്റുള്ള ഇയാളും എത്രയായിരിക്കും? 120 ആകും. ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഇയാൾ എത്രയായിരിക്കും? 60 ആയിരിക്കും. അങ്ങനെയും ചെയ്യാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇനി. എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാല് ഇവിടെ രണ്ട് ലൈൻസ് ഉണ്ട്. സോറി, രണ്ട് ലൈൻസ് ഉണ്ട് ട്ടോ. ഇതാണ് ഒരു ലൈൻ, ഇത് മറ്റൊരു ലൈൻ. ഇങ്ങനെ രണ്ട് ലൈൻസ് നമ്മളിവിടെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന ഈ ലൈൻസ് ഉണ്ടല്ലോ, ഇതില് രണ്ട് കോണുകളുടെ സമ്മ് 180 ഡിഗ്രിയാണ്. അതായത് 180 ഡിഗ്രിയാണ്. സോറി, 100 ഡിഗ്രിയാണ് പറഞ്ഞത്. 180 അല്ല, 100 ഡിഗ്രിയാണെന്ന്. അതായത് ഇപ്പൊ നോക്ക്, അപ്പൊ ഏതൊക്കെ കോണുകളായിരിക്കും ആ ഒരു കൂട്ടിയാൽ 100 ഡിഗ്രി കിട്ടുന്നത്? അത് നമ്മൾ കണ്ടുപിടിക്കണം ഫസ്റ്റ് ആയിട്ട്. നമുക്കറിയാം ഈ രണ്ട് കോണുകളും കൂടെ കൂട്ടിയാൽ എത്ര വരിക? 180. അടുത്തടുത്ത കോണുകൾ കൂട്ടിയാൽ 180 നമുക്കറിയാം. അപ്പൊ അടുത്തടുത്ത കോണുകളല്ല ആവുന്നത്, കാരണം നമുക്ക് കിട്ടേണ്ടത് 100 ഡിഗ്രിയാണ്. അപ്പൊ ഓപ്പോസിറ്റ് ഉള്ള രണ്ട് ആംഗിൾസ് ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് വരുന്നത്? 100 വരുന്നത്. അപ്പൊ ഓപ്പോസിറ്റ് ഉള്ള ഇയാളും കൂടെ കൂട്ടിയാലാണ് നമുക്ക് എത്ര വരുന്നത്? 100 എന്ന് വരുന്നത്. അപ്പൊ ഇയാളെയും കൂടെ കൂട്ടിയാൽ 100 ആണെങ്കിൽ, രണ്ടാള് 100 ആണെങ്കിൽ ഒരാൾ എത്ര വരിക? 100/2, അതായത് 50. ഒരാള് 50ഉം മറ്റേ കോണ് 50ഉം ആയാലല്ലേ നമുക്ക് രണ്ടാളും കൂടെ കൂട്ടിയാൽ 100 കിട്ടുന്നത്. ഇപ്പൊ ഇവര് രണ്ടുപേരും 50 ആണെന്ന് കിട്ടി. അപ്പൊ ഈ ആംഗിൾ 50 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര കിട്ടുക? നമുക്കറിയാം ഈ ചെറിയ ആംഗിളും ഈ വലിയ ആംഗിളും, സോറി, ഈ വലിയ ആംഗിളും ഈ ചെറിയ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണ്. അതായത് അടുത്തടുത്തുള്ള കോണുകൾ 180 ആണ്. അപ്പൊ ഇത് കിട്ടാൻ, ഇവിടെ ഉള്ളത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 180 മൈനസ് 50 എന്ന് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 130 എന്ന് കിട്ടും. അപ്പൊ ഇവിടെയുള്ള ആംഗിൾ കോണം 130 അറിയാം. അപ്പൊ ഈ 130ന്റെ ഓപ്പോസിറ്റിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 130 ആയിരിക്കും അല്ലെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ് കേട്ടോ. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. സോ താങ്ക് യു.